യാത്രയുടെ പ്രിവ്യൂ കണ്ട സംവിധായകൻ ID ശശിയുടെ അഭിപ്രായമായിരുന്നു മമ്മൂട്ടിയെ ഞെട്ടിച്ചത്. മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിക്കേണ്ടായിരുന്നു. ചിത്രം തീരുന്നത് വരെ കരച്ചിലും പിഴിച്ചിലും തല്ലുകൊള്ളലും. ഇതൊന്നും നിങ്ങളുടെ ആരാധകർ സഹിക്കില്ല. വലിയൊരു റിസ്ക് തന്നെയാണ് നിങ്ങളെടുത്ത് തലയിൽ വെച്ചത്. പ്രിവ്യൂ കണ്ട ബാക്കി ചിലർ കൂടി ഇതേ അഭിപ്രായം പങ്കുവച്ചപ്പോൾ മമ്മൂട്ടി ഭയന്നു. പക്ഷെ ചിത്രത്തിന്റെ നിർമ്മാതാവ് ജോസഫ് കുലുങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, ഓടിയാലും ഇല്ലെങ്കിലും നല്ലൊരു ചിത്രം ചെയ്യണമെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ക്യാമറ കൊണ്ട് മാസ്മരികതകൾ ഒരുക്കുന്ന സംവിധായകൻ ബാലു മഹീന്ദ്ര പറഞ്ഞു, സെപ്റ്റംബർ 20 വരെ കാത്തിരിക്കൂ. ഇത് മലയാള സിനിമ കണ്ട മികച്ച വിജയമായി മാറി. പത്മരാജന്റെ ശുപാർശയിലായിരുന്നു ജോൺ പോൾ യാത്രയുടെ രചയിതാവായി മാറിയത്. മഹാബലിപുരത്തെ ഐഡിയൽ ബീച്ച് റിസോർട്ടിൽ ഇരുന്നായിരുന്നു ജോൺ പോൾ യാത്രയുടെ തിരക്കഥ രചിച്ചത്. സംവിധായകൻ ബാലു മഹീന്ദ്രയ്ക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ആദ്യം ഇംഗ്ലീഷിൽ എഴുതി പിന്നീട് മലയാളത്തിലേക്ക് മൊഴിമാറ്റിയായിരുന്നു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. ONV എഴുതി ഇളയരാജ ഈണമിട്ട യാത്രയിലെ 2 ഗാനങ്ങളും ഒരു രാത്രി കൊണ്ട് എഴുതി 1.5 മണിക്കൂർ കൊണ്ട് ചിട്ടപ്പെടുത്തിയതായിരുന്നു. ജോൺ പോൾ തന്നെയായിരുന്നു ചിത്രത്തിന് യാത്ര എന്ന് പേരിട്ടത്. ശോഭന, അടൂർ ബാസി, ആലുമൂടൻ, കുഞ്ചൻ, തിലകൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. യാത്രയിലെ ഗംഭീര പെർഫോമൻസിന് മമ്മൂട്ടിയെ തേടി സംസ്ഥാന സ്പെഷ്യൽ ജൂറി അവാർഡും ഫിലിം ഫെയർ പുരസ്കാരവും വന്നു ചേർന്നു. പ്രകാശ് ഫിലിംസ് 1985 സെപ്റ്റംബർ 20-നായിരുന്നു യാത്ര തിയേറ്ററുകളിൽ എത്തിച്ചത്. മലയാള സിനിമ കണ്ട അതുവരെയുള്ള സകല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് യാത്ര പ്രയാണം തുടങ്ങിയപ്പോൾ സംവിധായകൻ ബാലു മഹീന്ദ്ര പറഞ്ഞു, കണക്കുകൂട്ടലുകൾ ചിലപ്പോൾ ശരിയായി മാറാം, പക്ഷെ എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല.